പ്രതീക്ഷയിൽ നിന്ന് നിരാശയിലേക്ക് ഒക്ടോബർ 7-ന് ശേഷമുള്ള മാസങ്ങളിൽ ഇസ്രായേൽ സമൂഹം പുലർത്തിയിരുന്ന അചഞ്ചലമായ ഐക്യത്തിന് വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് നടത്തിയ ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ ഭരണകൂടത്തെ വിറപ്പിച്ചിരിക്കുകയാണ്. ഗാസയിലെ യുദ്ധം, ഇറാനുമായുള്ള സംഘർഷം, അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകൾ എന്നിവയിൽ ഇസ്രായേൽ ജനതയ്ക്ക് സർക്കാരിന്റെ കഴിവിലുള്ള വിശ്വാസം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നുവെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. തുടക്കത്തിൽ 80%-ലധികം ആളുകൾ സൈനിക നടപടിയെ പിന്തുണച്ച സ്ഥാനത്ത് ഇന്ന് ഭൂരിഭാഗവും ചോദിക്കുന്നത് ഒരേയൊരു ചോദ്യമാണ്: നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? യുദ്ധം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ ഇപ്പോൾ വെറും രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറിയെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. INSS സർവേ പ്രകാരം ഡേറ്റ വിശകലനം ചെയ്താൽ ഇസ്രായേലി പൊതുസമൂഹത്തിന്റെ മൂടുമാറ്റം വ്യക്തമാകും. സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം പേരും വിശ്വസിക്കുന്നത് ഗാസയിലെ സൈനിക ലക്ഷ്യങ്ങൾ, അതായത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് അപ്രാപ്യമാണ് എന്നാണ്. സൈനിക നടപടിയിലൂടെ ബന്ദികളെ തിരികെ കൊണ്ടുവരാമെന്ന സർക്കാരിന്റെ വാഗ്ദാനം പാഴ്വാക്കായി ജനങ്ങൾ കണക്കാക്കുന്നു. സൈനിക വിജയത്തെക്കാൾ തന്ത്രപരമായ ഒത്തുതീർപ്പിനാണ് ജനങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഇസ്രായേൽ എത്രത്തോളം സജ്ജമാണ് എന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു. സർക്കാരിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ രാജ്യത്തെ വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിടാമെന്ന് ഒരു വലിയ വിഭാഗം ഭയപ്പെടുന്നു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചവരിൽ ഏകദേശം 69% പേർ ഇറാനിൽ ഭരണകൂടത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഈ സംഖ്യ 43.5% കുറഞ്ഞിരിക്കുന്നു. ഇത് ഒരു സാധാരണ കണക്കുകുറവ് മാത്രമല്ല, യുദ്ധത്തിന്റെ ദിശയെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ വലിയ ഇടിവാണ് കാണിക്കുന്നത്. ജനങ്ങൾ ഇനി യുദ്ധം അവർ പ്രതീക്ഷിച്ച ഫലം നൽകുമോ എന്ന കാര്യത്തിൽ ആശങ്കപ്പെടുന്നു. ഇസ്രായേലിലെ തെരുവുകളിൽ ഇന്ന് കേൾക്കുന്നത് ഭരണവിരുദ്ധ മുദ്രാവാക്യങ്ങളാണ്. നെതന്യാഹു ഭരണകൂടം സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന ആരോപണം സർവേ ശരിവെക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വിലയിരുത്തലും സമാനമായ പ്രവണതയിലാണ് കാണുന്നത്. യുദ്ധം ആരംഭിച്ച സമയത്ത് ഏകദേശം 62.5% പേർ ഇറാന്റെ ആണവ പദ്ധതിക്ക് ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെറും 48% കുറഞ്ഞിരിക്കുന്നു. ഇത് യുദ്ധം നിർണായകമായ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്ന ധാരണ ശരിപ്പെടുത്തുന്നവയാണ്. പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. തന്ത്രപരമായ പാളിച്ചകളെ കുറിച്ചാണ് ആദ്യം വിമർശനം ഉയരുന്നത്. യുദ്ധത്തിന് ശേഷം എന്ത് എന്ന കാര്യത്തിൽ കൃത്യമായ പ്ലാൻ ഇല്ലാത്തത് സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. രണ്ടാമത്തേത് അമേരിക്കയുമായുള്ള ബന്ധമാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കരുത്തായ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് ജനങ്ങൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. വൈറ്റ് ഹൌസിന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് സർവേയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക തകർച്ചയാണ് മൂന്നാമതായി എടുത്തു പറയേണ്ടത്. യുദ്ധം നീളുന്നത് ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണ്. റിസർവ് സൈനികരുടെ തൊഴിൽ നഷ്ടവും വിനോദസഞ്ചാര മേഖലയിലെ തകർച്ചയും ജനങ്ങളെ സർക്കാരിനെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ ത്രികോണ യുദ്ധഭീതി അമേരിക്കയെയും ഇറാനെയും ഉൾപ്പെടുത്തിയ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്നത് തടയാൻ നെതന്യാഹുവിന് കഴിയുന്നില്ല എന്നതാണ് സർവേയിലെ മറ്റൊരു പ്രധാന ആക്ഷേപം. അമേരിക്കൻ പിന്തുണയെക്കുറിച്ചും ആക്ഷേപമുണ്ട്. അമേരിക്കൻ സൈനിക സഹായമില്ലാതെ ഇറാനെ നേരിടുക അസാധ്യമാണ് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഇറാൻ ഉയർത്തുന്ന മിസൈൽ, ഡ്രോൺ ഭീഷണി നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നുവെന്നും പ്രതിരോധ കവചങ്ങൾക്കും അപ്പുറം ഒരു ശാശ്വത പരിഹാരം കാണാൻ നയതന്ത്ര പരാജയം തടസ്സമാകുന്നുവെന്നും സർവേ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വെറും 30% ആളുകൾ മാത്രമാണ് സർക്കാരിൽ വിശ്വാസമുള്ളത് എന്നാണ് സർവേയിലെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ഫലം. ഇത് യുദ്ധ നടത്തിപ്പിന്റെ സർക്കാരിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നതിന് തെളിവാണ്. ഇതിനോടൊപ്പം ഇസ്രായേൽ സൈന്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർന്നു വരുന്നുണ്ട്. സൈന്യം തകരുകയാണ് എന്ന സൈനിക മേധാവിയുടെ പ്രസ്താവനയെ ജൂത ജനസംഖ്യയിലെ 63% പേർ വിശ്വസിക്കുന്നുവെന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഇത് യുദ്ധത്തിന്റെ മാനസിക ആഘാതം സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ സൂചനയാണ്. ഇതിൽ കൂടുതൽ ശ്രദ്ധേയമായത് ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്. തുടക്കത്തിൽ 73% പേർ ഇറാന്റെ മിസൈൽ സംവിധാനത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായതായി കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ജനസംഖ്യ 58.5% താഴ്ന്നിരിക്കുന്നു. ഇത് ഇറാന്റെ പ്രതിരോധ ശേഷി ഇപ്പോഴും ശക്തമാണ് എന്ന ആശയം ജനങ്ങളിൽ വളരുന്നതിന് തെളിവാണ്. വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിലും വ്യക്തമായ ഭിന്നതയാണ് നിലനിൽക്കുന്നത്.
ചിലർ അതിന് സാധ്യതയുണ്ട് എന്ന് കരുതുമ്പോൾ മറ്റു ചിലർ അത് യാഥാർത്ഥ്യമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളം മുഴങ്ങിയപ്പോൾ പലരും പ്രവചിച്ചത് ഇറാൻ ഉള്ളിൽ നിന്നും തകരുമെന്നാണ്. വർഷങ്ങളായുള്ള സാമ്പത്തിക ഉപരോധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഇറാനിലെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കുമെന്നും ഒരു വിദേശ ആക്രമണം ഉണ്ടായാൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണം അട്ടിമറിക്കുമെന്നും പാശ്ചാത്യ ശക്തികൾ കണക്കുകൂട്ടി. എന്നാൽ ഇന്ന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നത് മറ്റൊന്നിനാണ്. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിന് പോറലേൽക്കുമ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണകൂടത്തിനൊപ്പം അണിനിരക്കുന്ന ഒരു ജനതയെയാണ് നമ്മൾ കാണുന്നത്. ഈ ദേശീയ ബോധമാണ് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കണം എന്നത് ഓരോ ഇറാനിയുടെയും ഉള്ളിലുള്ള വികാരമാണ്. യുദ്ധമുണ്ടായാൽ പട്ടിണി കിടന്നാലും രാജ്യത്തെ ഒറ്റിക്കൊടുക്കില്ല എന്നത് അവരെടുത്ത ശക്തമായ നിലപാടാണ്. സൈനിക കേന്ദ്രങ്ങൾക്കോ ശാസ്ത്രജ്ഞർക്കോ നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഭരണകൂടത്തിന് നേരെയുള്ള ആക്രമണമായല്ല, മറിച്ച് തങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള ആക്രമണമായാണ് ഇറാനികൾ കണക്കാക്കിയത്. ജനങ്ങൾക്കിടയിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയത് ജനങ്ങൾ സൈന്യത്തോടൊപ്പം ചേരുന്ന കാഴ്ചയാണ്. ഇറാനിൽ ആഭ്യന്തര വിപ്ലവം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ മാറ്റി ചിന്തിക്കുകയാണ്. ഭരണകൂടത്തിന്റെ കരുത്താണ് അതിന് കാരണം. ഇറാന്റെ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെറും കേവലം ഒരു സൈന്യമല്ല, അത് ജനങ്ങൾക്കിടയിൽ ആഴ്ന്നിറങ്ങിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് എന്നത് അമേരിക്കയ്ക്ക് മനസ്സിലായില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിദേശ ശക്തികൾ ഇറാനിൽ ഇടപെടാൻ ശ്രമിക്കും തോറും ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തോടുള്ള വിധേയത്വം കൂടി വരികയാണ് ചെയ്തത്. ഇത് ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ശത്രുവിനെ പുറത്തുനിന്ന് നേരിടാം, എന്നാൽ ജനത മുഴുവൻ ശത്രുവിനെതിരെ ഒന്നിക്കുമ്പോൾ യുദ്ധം ജയിക്കുക അസാധ്യമാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കാണുന്നത് പുതിയ പുതിയ യാഥാർത്ഥ്യങ്ങളാണ്. ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും ഒരു ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന് ഇറാൻ അടിവരയിട്ട് തെളിയിച്ചിരിക്കുന്നു. ഇറാനിൽ ആഭ്യന്തര കലാപം സ്വപ്നം കണ്ടവർ ഇന്ന് സ്വന്തം രാജ്യങ്ങളിൽ ജനരോഷം നേരിടുകയാണ്. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, യുദ്ധത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നു. എന്നാൽ ഇറാനികൾ പറയുന്നത് മറ്റൊന്നാണ്. ഞങ്ങൾ ഒന്നാണ്, ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ ദേശീയ ബോധമാണ് ഇന്ന് ഇറാന്റെ ഏറ്റവും വലിയ കവചം. ലോകം എത്ര തന്നെ പുകമറകൾ സൃഷ്ടിച്ചാലും സത്യം ഒന്നു മാത്രമാണ്. ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ സൈന്യത്തെ തോൽപ്പിച്ചാൽ മാത്രം പോരാ, അവിടുത്തെ ജനതയുടെ മനസ്സിനെ കൂടി തോൽപ്പിക്കാനുള്ള കഴിവുണ്ടാകണം. അവിടെയാണ് ഇസ്രായേലും സഖ്യകക്ഷികളും പരാജയപ്പെട്ടു പോകുന്നത്. എന്താണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രങ്ങളെ തകിടം മറിച്ചത്? ഇസ്രായേലും സഖ്യകക്ഷികളും വിശ്വസിച്ചിരുന്നത് ഇറാന്റെ കരുത്ത് അവരുടെ മിസൈൽ മാത്രമാണ് എന്നാണ്. എന്നാൽ ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രതിരോധം അവിടുത്തെ ജനങ്ങളാണ് എന്ന സത്യം അവർ വിസ്മരിച്ചു പോയി. ഇറാനിലെ യുവാക്കൾക്കിടയിൽ ഭരണകൂടത്തോടുള്ള ചില വിയോജിപ്പുകൾ മുതലെടുത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാക്കാമെന്ന് ഇസ്രായേൽ കരുതി. എന്നാൽ ഒരു വിദേശ ശക്തി തങ്ങളുടെ മണ്ണിൽ തൊടുമ്പോൾ ഇറാനികൾ ഒന്നാകുമെന്ന് അവർ ഒരിക്കലും മുൻകൂട്ടി കണ്ടില്ല. ഇന്ന് സ്വന്തം നാട്ടിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേൽ ഭരണകൂടമാണ്, ഒപ്പം അമേരിക്കയും. യുദ്ധം നീണ്ടുപോകുമ്പോൾ ഇസ്രായേൽ ജനത നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ ഇറാനിൽ ജനങ്ങൾ തങ്ങളുടെ സൈന്യത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇറാനിലെ ജനതയെ മനസ്സിലാക്കാൻ അവരുടെ ചരിത്രവും സംസ്കാരവും കൂടി അറിയണമായിരുന്നു. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള പേർഷ്യൻ സംസ്കാരം അവർക്ക് നൽകുന്നത് ആത്മവിശ്വാസമാണ്, മാറ്റത്തിനായുള്ള മുറവിളി. INSS സർവേ ഫലം കേവലം ഒരു സ്ഥിതി വിവരക്കണക്കല്ല, അത് ഇസ്രായേൽ ഭരണകൂടത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ജനങ്ങൾ ചോദിക്കുന്നത് സുരക്ഷയാണ്, അല്ലാതെ അവസാനമില്ലാത്ത യുദ്ധമല്ല. രാഷ്ട്രീയ ലാഭത്തിനായി രാജ്യത്തിന്റെ സുരക്ഷ പണയപ്പെടുത്തുന്ന ഭരണാധികാരികൾക്കെതിരെ പൊതുജനാഭിപ്രായം തിരിയുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. ഈ യുദ്ധം കൊണ്ട് എന്ത് നേടി എന്ന ചോദ്യത്തിനു മുന്നിൽ സർക്കാർ വിയർക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പുതിയൊരു ജനവിധി വേണമെന്ന ആവശ്യം ഇസ്രായേലിൽ ശക്തമാവുകയാണ്.